അസ്സലാമുഅലൈക്കും വെൽക്കം ബാക്ക് ടു ഷാനാസ് വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതും വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഹ്യൂജ് മീഷോ ഹോളാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. കുറേ അധികം പ്രൊഡക്ട്സ് ഉണ്ട്, സെറ്റ്സ് ഉണ്ട്, കോഡ്സെറ്റ്സ് ഉണ്ട്, ടോപ്സ് ഉണ്ട്. നല്ല അഫോർഡബിൾ പ്രൈസിൽ 300 സംതിങ്ങിനൊക്കെ ട്രൈ ചെയ്തിട്ടുള്ള ഗൗൺസ്, ടോപ്സ്, ഇതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അടിപൊളിയായിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ഇന്ന് കാണിച്ചു തരുന്നുണ്ട്. സോ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരുന്നത് ഈ ഒരു കോഡ്സെറ്റ് ആണ്. ഇതിന്റെ 2 കളേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന്റെ ടോട്ടൽ 4 കളേഴ്സ് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എനിക്ക് ഇഷ്ടമായിട്ടുള്ള 2 കളേഴ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. സോ ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അതിന് മുന്നേ തന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ ക്വാളിറ്റി ആണ്. നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. നല്ല കോട്ടൺ മെറ്റീരിയൽ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഈ ഒരു കോഡ്സെറ്റ് വന്നിട്ടുള്ളത്. സോ ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇതിന്റെ നെക്ക് വന്നിട്ട് റൗണ്ട് പ്ലസ് ചെറുതായിട്ടൊരു വി കട്ടിങ്ങിലാണ് നെക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ വൈറ്റ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട് നെക്കിന്റെ സൈഡിൽ നെക്കിന്. സോ സ്ലീവ് വന്നിട്ട് ഷോർട്ട് സ്ലീവ് ആണ്. എൽബോ വരെ സ്ലീവിന്റെ ലെങ്ത് വരുന്നുള്ളൂ. അപ്പോൾ ഷോർട്ട് സ്ലീവ് ഓക്കെ അല്ലാത്തവർ ഇത് എടുക്കണ്ട. പിന്നെ സ്ലീവിന്റെ എൻഡിൽ എലാസ്റ്റിക് വരുന്നുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നി എനിക്കത്. പിന്നെ ഫുൾ കംപ്ലീറ്റ്ലി പ്ലീറ്റഡ് ആയിട്ടാണ് ബാക്കിലും ഫ്രണ്ടിലും വരുന്നത്. ഇത് ഷോർട്ട് പോലത്തെ ഒരു കോഡ്സെറ്റ്, ഷോർട്ടായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അങ്ങനത്തെ ഒരു കോഡ്സെറ്റ് ആണ്. പക്ഷേ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് അങ്ങനെ വൃത്തിയുടെ ഒന്നും തോന്നുന്നില്ല. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കോഡ്സെറ്റ് ആണ്. സോ വേറെ ഒന്നുമില്ല, എടുത്തു പറയേണ്ടത് ഇതിന്റെ ക്വാളിറ്റിയാണ്. മെറ്റീരിയൽ ക്വാളിറ്റിയാണ്, അടിപൊളിയാണ്. ക്വാളിറ്റിന്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും ആർക്കും വേണ്ട. പിന്നെ ഇതിന്റെ പാൻറ് വന്നിട്ട് എലാസ്റ്റിക് ആണ്. അത്യാവശ്യം ഒരു ലൂസ് ഫിറ്റിൽ വരുന്ന സിഗരറ്റ് കട്ടിലാണ് പാൻറ് വന്നിട്ടുള്ളത്. അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. പാൻസ് ഒക്കെ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ടൈറ്റ് ആയിട്ടൊന്നുമില്ല. നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ്, എടുത്തെടുത്ത് പറയാൻ തോന്നുന്നു. പിന്നെ ഇതിന്റെ സെയിം ഈ ഒരു കളറും ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. സോ 2 കളർ ഇട്ടിട്ടുള്ളതും 2 ഭാഗത്തായിട്ടായിരിക്കും ഞാൻ കാണിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ എടുത്ത് ഇതിൻ്റെതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഓൾറെഡി എല്ലാം പറഞ്ഞു, രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് 577 റുപ്പീസോ 500 സംതിങ് ആണ്. അണ്ടർ 600ലാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത്. സോ ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വർത്ത് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് XXL ആണ്. ഷോർട്ട് ആയതുകൊണ്ടാണ് ഈ ഷോർട്ടിൽ വരുന്നതും അതേപോലെ തന്നെ ഷർട്ടിൽ വരുന്നത്, ബട്ടൺസ് വരുന്നതൊക്കെ തന്നെ ഞാൻ എൻ്റെ ഒരു സൈസ് കൂട്ടിയിട്ട് എടുക്കാറുണ്ട്. സോ അപ്പോഴാണ് എനിക്കത് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റാറ്. ഇതിന്റെ കാര്യത്തിലും അത് കറക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ ഒരു സൈസ് കൂട്ടിയിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫിറ്റിംഗിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരുന്നത് ഈ ഒരു ബ്രൗൺ ടോപ്പ് ആണ്. ജസ്റ്റ് 300 സംതിങ്ങിനാണ് ഈ ഒരു വെസ്റ്റേൺ കൈൻഡ് ഓഫ് ഈ ഒരു ടോപ്പ് ട്രൈ ചെയ്തിട്ടുള്ളത്. റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത്. സോ ഇതിന്റെ തന്നെ ഒരു ബ്ലാക്ക് നമ്മൾ കുറച്ച് മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് അത്യാവശ്യം എല്ലാവർക്കും കണ്ട് പരിചയം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ അതിന്റെ തന്നെ ബ്രൗൺ അങ്ങനെ ആരും ട്രൈ ചെയ്ത് കണ്ടിട്ടില്ല. സോ നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. സെയിം ആ ഒരു ബ്ലാക്ക് എങ്ങനെയാണോ നമുക്ക് വന്നത് അതേപോലെ തന്നെയാണ്. ഇതിന്റെ ഒരു ഗ്രീനും അവൈലബിൾ ആണെന്ന് തോന്നുന്നു. സോ ഞാൻ കണ്ട പോലെ ഉണ്ട് ഗ്രീനും. ഇപ്പം ബ്രൗൺ ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. സോ എനിക്ക് ഇഷ്ടമായി. സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ്. എൻ്റെ എലാസ്റ്റിക് ഒക്കെ വന്നിട്ട് ഒരു ബലൂൺ കൈൻഡ് ഓഫ് ഒരു സ്ലീവിലാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഫ്രില്ല് വരുന്നുണ്ട് 2 ഭാഗത്തും. ബട്ടൺസ് ആണ് വരുന്നത്, ഒരു വുഡൻ ബട്ടൺസ് ആണ് വരുന്നത്. ഇവിടെയും ഒരു ഫ്രില്ല് പോലെ വരുന്നുണ്ട്. ഇത് ക്യാമറയിൽ കാണുമ്പോൾ എങ്ങനെയാണ് കാണുന്നതെന്ന് അറിയില്ല. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ക്യാമറയിൽ കാണുമ്പോൾ എനിക്ക് വേറൊരു മെറ്റീരിയൽ പോലെ തോന്നുന്നു. പക്ഷെ അങ്ങനെയല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ലൊരു ടോപ്പ് കേട്ടോ. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വർത്ത് ആയിട്ടുള്ള ഒരു ടോപ്പ്. അതിലും കണ്ടത് ഫുൾ എല്ലാവരും നല്ല റിവ്യൂസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അത്യാവശ്യം നല്ല റേറ്റിംഗും ഉണ്ട്. സോ ഇതാണ് നമ്മളെ അടുത്ത ഡ്രസ്സ്. ആ ഒരു ടോപ്പ് നമുക്ക് ക്യാഷ്വലായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള റയോൺ മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ലൊരു ഡ്രസ്സാണ്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇതിന്റെ സൈസ് ഷോർട്ട് ആയതുകൊണ്ടാണ്, ഷോർട്ട് ഓവർ ഷോർട്ട് അല്ല. പക്ഷെ ഞാൻ എടുത്തിട്ടുള്ളത് XXL ആണ്. സോ എനിക്ക് തോന്നി, പക്ഷെ തോന്നിയത് കറക്റ്റ് ആണ്. ഒരു സൈസ് നിങ്ങൾ കൂട്ടിയിട്ട് എടുക്കുക. അപ്പോഴേക്കും കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റുക. സോ ഇത് വേണ്ടവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. സോ ഇതാണ് നമ്മൾ അടുത്ത ഡ്രസ്സ്. അപ്പോൾ അടുത്തത് കാണിച്ചു തരാം. ജസ്റ്റ് 320 330 അങ്ങനെ എന്തോ ഇതിന്റെ പ്രൈസ് വരുന്നുള്ളൂ. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരുന്നത് ഈ ഒരു പിങ്കിൽ വരുന്ന ഒരു ഗൗൺ ആണ്. ഇത് ഏകദേശം ഒരു കാഫ് ലെങ്ത് ആണ് വരുന്നത്. നല്ല ജോർജറ്റ് മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഈ ഒരു ഫ്ലോറൽ ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു ഗൗൺ ആണ് കാണിക്കുന്നത്. ഇത് ജസ്റ്റ് 300 സംതിങ് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളൂ. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വർത്ത് ആയിട്ട് തോന്നുന്നു. സോ ഇവിടെ ഇങ്ങനെ എലാസ്റ്റിക് ഒക്കെ വരുന്നുണ്ട്.
പിന്നെ നെക്ക് വന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു കോളർ പോലെ, ഞാൻ ഇതിന് മുന്നേയും ഇങ്ങനത്തെ ഒരു ഗൗണ് കാണിച്ചു തന്നിട്ടുണ്ട്, അതേ ഒരു സെയിം കോളറൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ബട്ടൺസ് നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആണ്, എടുത്തു പറയേണ്ടത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ്, എൻഡിൽ എലാസ്റ്റിക് വരുന്നുണ്ട്. സോ ആ ഒരു ബലൂൺ കൈൻഡ് ഓഫ് സ്ലീവിലാണ് ടോപ്പ് വന്നിട്ടുള്ളത്. പിന്നെ ഫുൾ കംപ്ലീറ്റ്ലി നല്ലൊരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത്. നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. എന്താണ് പിക്ചറിൽ കണ്ടത് ആ ഒരു സെയിം തന്നെയാണ് കയ്യിൽ കിട്ടിയിട്ടുള്ളത്. സോ നന്നായിട്ട് നല്ല ഭംഗിയിൽ തോന്നുന്നു. ആ ഒരു കോളർ നെക്കൊക്കെയാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. സോ ഇട്ടിട്ടുള്ള ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫുൾ ഒരു ഐഡിയ കിട്ടും. കാണുമ്പോൾ വിചാരിക്കും നമുക്ക് ഇടാൻ പറ്റില്ല, അത് കാരണം ഇവിടെയുള്ള എലാസ്റ്റിക് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെയുള്ള എലാസ്റ്റിക് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് പറ്റൂല എന്ന്. പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. ഞാൻ വിചാരിച്ച പോലെയല്ല, കാണുന്ന പോലെയല്ല, ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. ഈ ഒരു എലാസ്റ്റിക് വലിയൊരു പ്രശ്നമായിട്ട് തോന്നില്ല. അപ്പോൾ ആ ഒരു 300 സംതിങ്ങിന് എന്തുകൊണ്ട് വർത്തായിട്ട് തോന്നുന്നു. ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് XL ആണ്. സോ XL വരെ സൈസസ് ഉള്ളൂ എന്ന് തോന്നുന്നു. XL ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ചൂസ് ചെയ്തേനെ, എലാസ്റ്റിക് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ. പക്ഷേ XL ഉള്ളൂ. പക്ഷേ XL എനിക്ക് ഓക്കെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. സോ ഇതാണ് നമ്മളെ അടുത്ത ഡ്രസ്സ്. ഇതിന്റെ കൂടെ ഒരു ബെൽറ്റ് വരുന്നുണ്ട് കേട്ടോ. ഒരു ബെൽറ്റ് കൂടി വരുന്നുണ്ട്. ഇതിന്റെ കൂടെ ഇങ്ങനെ ഒരു ബെൽറ്റും കൂടി വരുന്നുണ്ട്. ഈ ഒരു വൈറ്റ് ബെൽറ്റ് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ബെൽറ്റാണ്. ഒരു സ്ലിം ടൈപ്പിലാണ്, അങ്ങനെ അത്യാവശ്യം തടിയൊന്നുമില്ല, അങ്ങനത്തെ ഒരു ബെൽറ്റാണ്. സോ ബെൽറ്റ് ഇട്ടിട്ടല്ല ഞാൻ വെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബെൽറ്റ് ഇട്ടിട്ടൊക്കെ സ്റ്റൈൽ ചെയ്യാം, നല്ല ഭംഗി ഉണ്ടാവും. സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ് ഡ്രസ്സ്. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്തത് കാണിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരുന്നത് ഈ ഒരു ടോപ്പാണ്. ഒരു വെസ്റ്റേൺ കൈൻഡ് ഓഫ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറലൊക്കെ ആയിട്ട് വന്നിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ടോപ്പാണ്. ഇതിന്റെ വേറൊരു 2 കളേഴ്സാണ് വന്നിട്ടുള്ളത്. 2 പ്രിന്റ് സെയിം ആണെന്ന് തോന്നുന്നു. 2 കളേഴ്സിലാണ് വന്നിട്ടുള്ളത്. സോ ഒരു കളർ നമ്മൾ ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അത്. സോ ഇത് അതിന്റെ വേറൊരു കളർ, അധികം ആരും ട്രൈ ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. സോ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടാണ് ഇതും വന്നിട്ടുള്ളത്. സ്റ്റോക്ക് ഔട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, കാരണം ആ ഒരു വൈറ്റ് നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു, അങ്ങനെ എല്ലാവർക്കും കിട്ടിയില്ല. പക്ഷെ എല്ലാവരും ഒരുപാട് പേര് മെസ്സേജ്, പക്ഷേ ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോകും. സോ ഇപ്പോൾ ഇതുണ്ട്, അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ പോയി ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആകുന്നതിന് മുന്നേ പെട്ടെന്ന് തന്നെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, പിന്നെ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ ജസ്റ്റ് അങ്ങനെ സ്റ്റോക്ക് വരുന്നത്, ഞാൻ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കിട്ടാത്തതൊക്കെ ഉണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള വരുമ്പോൾ ഞാൻ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇതിൻ്റെ നെക്ക് വന്നിട്ട് വി നെക്കാണ് വരുന്നത്. ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഒരു ബലൂൺ കൈൻഡ് ഓഫ് സ്ലീവ്, എൻഡിൽ എലാസ്റ്റിക് ഒക്കെ വന്നിട്ടുള്ള ഒരു ഫുൾ സ്ലീവിലാണ് വരുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഒരു ഫുൾ ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു കോൺ പോലെ ഒരു പ്ലീറ്റഡ് ആയിട്ടാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട്. ഇട്ടിട്ടുള്ള ബാക്കിലും പ്ലീറ്റ്സ് വരുന്നുണ്ട്. ഇട്ടിട്ടുള്ള ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാവും ഏകദേശം ഒരു നീ ലെങ്ത്തിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത്, ഈ ഒരു ഡ്രസ്സ് വന്നിട്ടുള്ളത്. സോ അടിപൊളിയാണ്. ജസ്റ്റ് 320 330 അങ്ങനെ എന്തോ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വർത്താണ്. സോ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് XL ആയിരിക്കും. XL ഓർ XXL സൈസ് കാണുന്നില്ല. യെസ്, XL ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. സോ XL എനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ നോർമൽ സൈസ് ഏതാണോ അത് തന്നെ എടുത്താൽ മതി. സോ ഇതാണ് നമ്മൾ അടുത്ത ഡ്രസ്സ്. അപ്പോൾ ഞാൻ അടുത്തത് കാണിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു കോട്ടൺ മെറ്റീരിയലിൽ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റാണ് ഞാൻ കാണിച്ചു തരുന്നത്. സോ ഇതെനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. ജസ്റ്റ് ഇതിൻ്റെ പ്രൈസ് നമ്മളിവിടെ കാണിക്കുന്നതിൽ വെച്ചിട്ട് ജസ്റ്റ് 800-ൻ്റെ അടുത്തെങ്ങാനും ഇതിൻ്റെ ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് വരുന്നുണ്ട്. പക്ഷെ അതിന് മാത്രമുള്ള ക്വാളിറ്റി ഇതിനുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു ഫംഗ്ഷൻ ആണെങ്കിലും അല്ലാതെയും കാഷ്വലായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സെറ്റാണ്. ഇതിൻ്റെ നെക്കൊക്കെ വരുന്നത് കണ്ടോ, ഒരു എംബ്രോയ്ഡറി വർക്കിൽ, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കിലൊക്കെയാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. വിത്ത് സീക്വൻസി ആയിട്ടാണ് വരുന്നത്. ആൻഡ് സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവാണ്. ആ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ഏതാണ് ഒരു പിങ്ക് വൈറ്റ് ഓറഞ്ച്, ആ ഒരു കളർ കോമ്പിനേഷൻ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. സോ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്, നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇതിന് സ്ലിറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല, സൈഡിലുള്ള ക്ലിപ്പ് കാണുമ്പോൾ അത് മനസ്സിലാവും. പിന്നെ പാൻറ് വന്നിട്ട് പ്ലെയിൻ ആണ് പാൻറ് വരുന്നത്. ഓക്കെ, പ്ലെയിൻ പിങ്കിലാണ് പാൻറ് വരുന്നത്. നല്ല ഭംഗിയുണ്ട്. ഇത് രണ്ടും കൂടി എലാസ്റ്റിക് ആണ്, സിഗരറ്റ് കട്ടിലാണ് പാൻറ് വരുന്നത്. ഇത് രണ്ടും കൂടി ഇടുമ്പോൾ അത്യാവശ്യം നല്ല രസമുണ്ട്. സോ സൈഡിലുള്ള ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അടിപൊളിയാണ്. നല്ല കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്.
ആ ഒരു 800 എന്തുകൊണ്ടും വർത്തായിട്ട് തോന്നുന്നു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഒരു സെറ്റ്. ഭയങ്കര ഇതിന് നമുക്കൊരു വൈറ്റ് പാൻറ്റും അല്ലെങ്കിൽ അല്ലാതെയും ഒക്കെ നമുക്ക് കാഷ്വലായിട്ട് പുറത്ത് പോകുമ്പോൾ അങ്ങനെയൊക്കെ ടോപ്പ് മാത്രം ഇട്ട് അങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യാം. സോ ഇതെനിക്ക് ഭയങ്കര വർത്തായിട്ട് തോന്നുന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, സോ ഞാൻ നെക്സ്റ്റ് സൈസ് പറഞ്ഞുതരാം. സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് XL ആണ്. XL എനിക്ക് നിങ്ങൾ നോർമൽ സൈസ് എടുത്താൽ മതി, അത് കറക്റ്റ് ഫിറ്റിലേക്ക് വരാം. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. തരുന്നത് ഈ ഒരു ഗൗണാണ്. ഈ ഒരു ഗൗൺ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. നമ്മൾ ഇതിന്റെ ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്നത് ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഗ്രീൻ ഷെയ്ഡും പിങ്കും പിന്നെ ഈ ഒരു ബ്ലൂ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇത് സ്റ്റോക്ക് ഔട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഞാനിത് എപ്പോഴും നോക്കുമ്പോഴും ഇത് സ്റ്റോക്ക് ഔട്ടിലാണ് വരുന്നത്. സോ ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോകും, അങ്ങനെയാണ്. കാരണം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഭയങ്കര വർത്തായിട്ടുള്ള ഒരു ഗൗണാണ് കേട്ടോ. സോ ഓൾസോ ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. സോ അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സോ ഇതിന്റെ സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവിലാണ് വരുന്നത്. എൻഡിൽ എലാസ്റ്റിക് വരുന്നുണ്ട്. ബലൂൺ കൈൻഡ് ഓഫ് സ്ലീവിലാണ് വരുന്നത്. പിന്നെ നെക്ക് വന്നിട്ട് ഇങ്ങനെ കോളർ ടൈപ്പിൽ ബട്ടൺസ് ആണ് വരുന്നത്. ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. ആൻഡ് എലാസ്റ്റിക് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്. ഓക്കെ, ഈ ഒരു എലാസ്റ്റിക് ഭയങ്കര, ഞാൻ ആ പിങ്ക് കാണിച്ചില്ല, അതിന്റെ അത്ര ടൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് കുറച്ചുകൂടി ഒരു റിലാക്സ്ഡ് ആയിട്ട് തോന്നുന്നു കേട്ടോ ഈ ഒരു എലാസ്റ്റിക്. പിന്നെ അത്യാവശ്യം നല്ല ലെങ്ത്തും വരുന്നുണ്ട്. ഇതിന്റെ ഉള്ളിൽ ലൈനിങ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു ഗൗണാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സോ ഇത് അഥവാ സ്റ്റോക്ക് ഔട്ട് ആണെങ്കിൽ ഞാൻ എന്തായാലും കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളത് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അല്ലാതെ ഞാൻ പിന്നെ പറയാനുള്ളത്, അല്ലാതെ ഞാൻ ഷോർട്ട് വീഡിയോസ് ഇടുമ്പോൾ ഞാനത് ഷോർട്ട് വീഡിയോസിൽ നമുക്ക് ലിങ്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, അതിൻ്റെ ലിങ്ക് കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. എന്തായാലും ഞാൻ വീഡിയോ ചെയ്യാത്തതാണെങ്കിൽ അതിൻ്റെ ലിങ്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടാവും. സോ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത ഗൗണ്. സോ 320 360 ഇതിന്റെ പ്രൈസ് വന്നിട്ട് 360 ആണ്. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ട് വർത്തായിട്ടുള്ളതാണ്. സോ സൈസ് എടുത്തിട്ടുള്ളത് XL ആണ്. സോ XL എനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി, കറക്റ്റ് ആയിരിക്കും. സോ ഇതാണ് നമ്മളെ അടുത്ത ഡ്രസ്സ്. ഇത്രയേ ഉള്ളൂ. അത്യാവശ്യം കുറേ കളക്ഷൻസ് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു ഹ്യൂജ് മീഷോ ഹോളായിരുന്നു. അത്യാവശ്യം എന്താ പറയുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹോൾ വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോസ്. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ബൈ.